നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ യുവാക്കളിൽ നരേന്ദ്രമോദിയുടെ വിപ്ലവ വികസനം ആഞ്ഞടിക്കുമെന്ന് BJP സ്ഥാനാർത്ഥി P. സുധീർ. കുട്ടനാട് കാർഷിക പാക്കേജ് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പടം പോലുമില്ലെന്ന് NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട്. തൊഴിലാളി മേഖലയുടെ പ്രതിയായ തനിക്ക് തൊഴിൽ വകുപ്പ് തന്നെ ലഭിച്ചതിനാൽ മണ്ഡലത്തിലെ യുവാക്കൾക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ വിശദമായി. കേരളത്തിലും നരേന്ദ്രമോദിയുടെ വിപ്ലവ വികസനം ആഞ്ഞടിക്കുന്നുണ്ടെന്ന് മാവേലിക്കര മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീർ. ഏറ്റവും അധികം പുതിയ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിലൊന്നായ മാവേലിക്കര മണ്ഡലത്തിലെ യുവാക്കളെ നരേന്ദ്രമോദി വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നും P. സുധീർ പറഞ്ഞു. തലവടി പഞ്ചായത്ത് ജംഗ്ഷനിൽ KC വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ അഴിമതി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ജനമുന്നേറ്റം, ജനവികാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ തയ്യാറെടുക്കുന്നു, പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്. ഇവിടെ നടന്ന മുഴുവൻ സർവേകളും, ഇവിടുത്തെ മുഴുവൻ പഠനങ്ങളും, ഇവിടുത്തെ മുഴുവൻ മാധ്യമ റിപ്പോർട്ടുകളും എല്ലാം തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്നും അടിവരയിട്ട് പറയുന്നുണ്ട്. അത് ഗുജറാത്തിന്റെ വികസന വിപ്ലവം ഭാരതത്തിലാകമാനം അദ്ദേഹത്തിന് നടപ്പാക്കാൻ ഭാരതത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തതാണ്. അത് കേരളത്തിൽ അതിൽ മാറിയിരിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വികസന വിപ്ലവത്തിന്റെ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. ഈ മാവേലിക്കരയിലും യുവാക്കൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി നമ്മുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നുണ്ട്. പുതിയ വോട്ടർമാര് 1 ലക്ഷം പേരാണുള്ളത്. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ള ഒരു മണ്ഡലം മാവേലിക്കരയാണ്. ഈ പുതിയ വോട്ടർമാരെ നരേന്ദ്രമോദി തരംഗം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാവേലിക്കര ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീറിന്റെ രണ്ടാംഘട്ട പ്രചരണങ്ങൾക്ക് കുട്ടനാട്ടിൽ സമാപനമായി. പ്രചാരണ സമാപനത്തോടനുബന്ധിച്ച് നടന്ന വാഹന പ്രചരണ ജാഥ തകഴി കുന്നുമേൽ നിന്നും ആരംഭിച്ചു. പച്ച, വിയപുരം, പായിപ്പാട്, എടത്വ, പാണ്ടങ്കരി, മാണത്താറ, കൊച്ചമനം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പുളുമുന്നിൽ സമാപിച്ചു. 129 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശശികുമാർ, പുഷ്പൻ, മണി, ജോമോൻ വെട്ടിക്കൊമ്പിൽ, ദീപു, വിജിത്ത്, വിജയകുമാർ, ഭരതൻ പട്ടരുമഠം, ശിവപ്രസാദ്, ദേവരാജൻ, ചന്ദ്രിക കണ്ടത്തിൽ പറമ്പ്, കമലമ്മ, സനൽ, അനീഷ് കുമാർ, വിഷ്ണു സദാശിവൻ, അരവിന്ദ്, അനിക്കുട്ടൻ, രാധാകൃഷ്ണൻ, ഭാരതി, വിജയമ്മ, രമാദേവി, MR സജീവ്, TK അരവിന്ദാഷൻ, PS സുധീഷ്, D പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക പാക്കേജ് സ്വാമിനാഥൻ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഈ പ്രദേശത്തില്ല. ഇവിടുത്തെ ജനപ്രതിനിധിയുമല്ലെന്ന് NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് പറഞ്ഞു. UDF എന്ത് നേട്ടമാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ മൈക്ക് കെട്ടിവെച്ച് അവർ അത് തുറന്നു പറയട്ടെ എന്നും ജോസ് കാവനാട് കൂട്ടിച്ചേർത്തു. അവനവന്റെ പള്ള വീർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും വ്യക്തമായി. അതിന്റെ അനുഭവമാണ് അവർക്ക് 10-ാം തീയതി ലഭിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KD മോഹനൻ, ES ശശികുമാർ, TT ജിസ്മോൻ, B ലാലി തുടങ്ങിയവർ സംസാരിച്ചു. ഇവർ രണ്ടുപേരും കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമ്മൾ കണ്ടതാ. മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാ. മനുഷ്യൻ മറന്നുപോയിട്ടില്ല, ശ്രീഹൃദയങ്ങളിലും അത് പോയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. വളരെ അവകാശവാദങ്ങൾ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് കാർഷിക പാക്കേജിനെ കുറിച്ച് ജന്മമെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ തലവഴി ഓടിയെന്ന് അദ്ദേഹം പറയുന്നത്. കാർഷിക പാക്കേജ് സ്വാമിനാഥൻ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഈ പ്രദേശത്തില്ല, ഇവിടുത്തെ ജനപ്രതിനിധിയല്ല, ഇവിടുത്തെ MP അല്ല, അദ്ദേഹം ആ കൊണ്ടുവന്നെന്ന് പറയുന്നത്. ഇത്തരം പ്രചരണങ്ങൾ നടത്തി വോട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമോ?
തൊഴിലാളി മേഖലയുടെ പ്രതിനിധിയായ തനിക്ക് തൊഴിൽ വകുപ്പ് തന്നെ ലഭിച്ചത് പലതരത്തിൽ മണ്ഡലത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആയിരക്കണക്കിന് യുവാക്കൾക്ക് പ്രയോജനപ്പെടുത്തിയ തൊഴിൽ മേളകൾ നടത്താൻ സാധിച്ചതും അതിലൊന്നാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു. കുട്ടനാട് മണ്ഡലത്തിലെ 3ാം ഘട്ട പ്രചാരണ പരിപാടിയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് മങ്കൊമ്പ് തെക്കേക്കരയിൽ സംഘടിപ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, തോമസ് കുട്ടി മാത്യു, കെ ഗോപകുമാർ, അലക്സ് മാത്യു, പ്രമോദ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെളിയനാട് പഞ്ചായത്തിലെ ചെറുകാപ്പ് പുതുവൽ പട്ടികജാതി കോളനി നിവാസികൾ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. കിടങ്ങറ കുമരങ്കരി റോഡിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി തൈപ്പറമ്പ് തെക്കു പാടശേഖരത്തിന്റെ പുറംബണ്ടിലായി താമസിക്കുന്ന 40ഓളം കുടുംബങ്ങളാണ് വാഗ്ദാനങ്ങളിൽ മനം മടുത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. ദീർഘനാളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കണം എന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും മാവേലിയെപ്പോലെ ഇവിടെ എത്തുന്ന നേതാക്കൾ റോഡ് തരാം എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതൊരു പട്ടികജാതി കോളനിയാണ്. ഈ കോളനിക്ക് 100 വർഷത്തിനു മേളിൽ പഴക്കമുള്ള ഒരു ദാനപ്പുതുവലാണ്. ഇവിടെ വഴിയോ മറ്റൊന്നും ഇല്ലാതെ കണ്ട് ഈ 100 വർഷത്തിന് മേളിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ തലമുറകളായി ഇങ്ങനെ താമസിച്ചു വരികയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനോ ഒരു ആശുപത്രിയിൽ പോകാനോ മറ്റൊരു മാർഗങ്ങളില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഭരണകർത്താക്കൾ പറയും ഞങ്ങൾക്ക് വഴി തരാം, അത് തരാം, ഇത് തരാമെന്നൊക്കെ ഒത്തിരി മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ തിരിഞ്ഞു കയറാറില്ല. കഴിഞ്ഞ ഓരോ വർഷവും വെള്ളം പൊങ്ങുമ്പം ഇത് പാടശേഖരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വമ്പയാറിന്റെ തീരത്ത് താമസിക്കുന്ന ഇത് വെള്ളം തള്ളി വരുന്ന ഭാഗമായതും പെട്ടെന്ന് കയറി വെള്ളം കൊള്ളുകയും കാറ്റുവടയും വരുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കവും മരം വീഴുകയും വീട് വീഴുകയൊക്കെ ചെയ്യുന്നു. എല്ലാ വർഷവും ഇങ്ങനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ നിന്ന് ജയിച്ചു പോയ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആള് ഇവിടെ വന്ന് ഞങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് നീന്തി ചെരുവത്തിനകത്ത് ഒരു കുട്ടിയെ കൊണ്ട് വരുന്ന ആ കുട്ടിയെ ഒക്കെ തിറക്കിയിട്ടുള്ള പത്രമൊക്കെ ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതുപോലെ തന്നെ പല MP-മാരും MLA-മാരും ഒക്കെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞവര് ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആർക്കും വോട്ട് ചെയ്യുന്നില്ല, ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ, വോട്ട് മാത്രം മതി. 1.5 അടി മാത്രം വീതിയുള്ള വഴിയിലൂടെയാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത്. പാടശേഖരത്തെ മത്സ്യം വളർത്തൽ ആരംഭിച്ചതോടെ ഉണ്ടായിരുന്ന നടവഴിയിൽ ചെളിബണ്ട് പിടിപ്പിച്ചതുമൂലം മഴ പെയ്താൽ ഈ വഴിയിലൂടെയുള്ള യാത്ര അപകടകരമാണ്. രാത്രികാലങ്ങളിൽ വഴിവിളക്കുകൾ പോലും ഇല്ലാത്തതുമൂലം പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച് കുമരങ്കരി റോഡിൽ ഊത്തപ്പള്ളി കോളനിക്ക് സമീപത്തു നിന്നും പുതുവൽ കോളനിയിലേക്ക് റോഡ് നിർമ്മാണം ആരംഭിക്കുകയും തുടർന്ന് ഗ്രാമപഞ്ചായത്ത് 2 പ്രാവശ്യങ്ങളിലായി 4 ലക്ഷം രൂപ അനുവദിച്ച് ഏകദേശം 540 മീറ്റർ റോഡ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് യാതൊരുവിധ ഫണ്ടും ഈ റോഡിനായി അനുവദിച്ചിട്ടില്ല. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും എത്തുന്ന രാഷ്ട്രീയക്കാർ റോഡ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. മാത്രമല്ല പുതുവിൽ ഉണ്ടായിരുന്ന കടത്തും നിർത്തലാക്കിയതോടെ തോടിന് മറുകര എത്തണമെങ്കിൽ പഴയ ചെരുപ്പും പ്ലാസ്റ്റിക് നിറച്ച ചങ്ങാടത്തിൽ വേണം യാത്ര ചെയ്യാൻ. യാത്രാ സൌകര്യം എത്തിപ്പോലും നോക്കാത്ത ഈ പ്രദേശത്തെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞതിലും എത്രയോ ഇരട്ടിയാണ്. എന്നിട്ടും ഇതൊന്നും കാണാൻ ഭരണാധികാരികൾക്ക് കഴിയാതെ പോയതാണ് ഈ പട്ടിണിപ്പാവങ്ങളെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് KCV. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആലപ്പുഴയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈയയച്ച് സഹായിച്ചിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലിയായി നൽകാനുള്ളത് 38.88 കോടി രൂപ. പാവപ്പെട്ട കുടുംബങ്ങളിലെ 1 ലക്ഷത്തിലേറെ പേർക്കാണ് ചെയ്ത ജോലിയുടെ കൂലി സർക്കാർ നിഷേധിക്കുന്നത്. മാർച്ച് കഴിഞ്ഞ് സാമ്പത്തിക വർഷം അവസാനിച്ചതോടെ ഇനി കൂലി കിട്ടുമോ എന്നും തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്. പണിയെടുത്ത് 3 മാസമായി കൂലിക്ക് കാത്തിരിക്കുന്നവരും 40 ദിവസം പണിയെടുത്തതിന്റെ കൂലിയായ 7,200 രൂപ വരെ കിട്ടാനുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കിട്ടാനുള്ള തുക വാങ്ങുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചയാണ് തൊഴിലാളികൾക്ക് കൂലി നിഷേധിക്കപ്പെടാൻ കാരണം. പണി ചെയ്തിട്ടും കൂലി കിട്ടാത്തത് പല പഞ്ചായത്തുകളിലും സംഘർഷത്തിന് വരെ ഇടയാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷാവസാനം ആലപ്പുഴ ജില്ലയിൽ 47.97 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ എതിർപ്പ് ശക്തമാകുമെന്ന് കണ്ടപ്പോൾ അത് പഞ്ചായത്തുകളുടെ തലയ്ക്ക് കെട്ടിവെച്ചു. മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും ചിലവാകാത്ത പണമുണ്ടെങ്കിൽ അത് തൊഴിലുറപ്പ് ഫണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ് നൽകി. ആലപ്പുഴ ജില്ലയിലെ 54 പഞ്ചായത്തുകൾ 4.467 കോടി രൂപയും 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ 1.228 കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് 3 കോടി രൂപയും തൊഴിലുറപ്പിലേക്ക് മാറ്റി. ആകെ 8.695 കോടി രൂപ തൊഴിലുറപ്പ് മേഖലയ്ക്ക് വകയിരുത്തിയെങ്കിലും ചില പഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിച്ചത്. ബാക്കി പഞ്ചായത്തുകളിലെ തൊഴിലാളികൾ ഇന്നും കൂലിക്കായി കാത്തിരിക്കുന്നു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്,
ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. തലവടി നോർത്ത്, സൌത്ത് LDF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെങ്ങറ സുരേന്ദ്രന്റെ വിജയ പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പാറത്തോട്ടിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി പ്രിയദർശിനി, മാണപ്പള്ളി, തലവടി, ചക്കുളത്തുകാവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കൊച്ചമ്മനത്ത് സമാപിച്ചു. ജോളി എബ്രഹാം, KV കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരിക്കുഴി, തലവടി UDF മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുടുംബമേള സംഘടിപ്പിച്ചു. ബാബു വലിയ വീടൻ കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. 100 ദിവസം കൊണ്ട് 1 രൂപയ്ക്ക് അരി നൽകിയ ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തില്ല. അന്തരിച്ചു പോയ ബഹുമാന്യായ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ TM ജേക്കബ് ഭക്ഷ്യമന്ത്രിയായി ഏറ്റെടുത്ത ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. 100 ദിവസം കൊണ്ട് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ 1 രൂപയ്ക്ക് അരി ഇവിടുത്തെ പാവപ്പെട്ടവര് നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം. മറ്റൊരു കാര്യം, ഞാൻ ഇന്നലെ CPM പുറത്തുനിന്ന് പിന്താങ്ങിയപ്പോൾ അന്ന് UPA ഗവൺമെന്റ് അനുവദിച്ചതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. ഉമ്മനം മാത്യു, ബിജു പാലത്തിങ്കൽ, ജോജി ജെ വൈലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് വുമൻസ് കൌൺസിൽ 4ാമത് കോൺഫറൻസ് ആലപ്പുഴയിൽ നടന്നു. മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന യോഗം AITUC വൈസ് പ്രസിഡന്റ് വാഹിദ നിസ ഉദ്ഘാടനം ചെയ്തു. SBT എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് പ്രഭാദേവി അധ്യക്ഷയായി. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പ്രതിഭാഹരി മുഖ്യപ്രഭാഷണം നടത്തി. AIBEA പ്രസിഡന്റ് PP വർഗീസ്, CB ജോൺസൺ, KS കൃഷ്ണ, MB ഗോപിനാഥ്, PV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. When on the Red Fort, our first Prime Minister Jawaharlal Nehru stood on 1947, when he said, at the stroke of the midnight hour, when the world sleeps, India awakes to freedom. We awoke to freedom. We were so happy because the British had gone. We were getting political independence. But have we got economic independence? You and I have got because we work for 30 days. On the penultimate day of the month, we get our salary, and we have AIBEA which can get plush and rosy salaries for us. We get DA every 3 months. Fine. But what is a section of us? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ രോഗങ്ങളെക്കുറിച്ചും വൻകുടലിലെ അർബുദ രോഗത്തെക്കുറിച്ചും ദ്വിദിന സെമിനാർ നടന്നു.
ആലപ്പുഴ റമദ ഹോട്ടലിൽ നടന്ന സെമിനാറിൽ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി PG വിദ്യാർത്ഥികളും ഡോക്ടർമാരും പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 35ഓളം ഡോക്ടർമാർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീദേവി, സർജറി വിഭാഗം മേധാവി ഡോക്ടർ KK സുകുമാരൻ, ഡോക്ടർ P മോഹൻദാസ്, ഡോക്ടർ വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി താലൂക്കിൽ തുരുത്തി കല്ലംപറമ്പ് വീട്ടിൽ വർഗീസിന്റെ മകൻ 24 വയസ്സുള്ള സെബി വർഗീസ് മുങ്ങി മരിച്ച നിലയിൽ. കാവാലം കൃഷ്ണപുരം ക്ഷേത്രത്തിനും മൂലശ്ശേരി ജെട്ടിക്കും ഇടയ്ക്കായി പമ്പയാറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. എന്നാൽ നീന്തലറിയാതെ ഇയാൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. രാമങ്കരി മുളപ്പാമഠം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിഗ്രഹ ഘോഷയാത്ര നടന്നു. കൌസ്തുഭത്തിൽ ഉണ്ണികൃഷ്ണൻ നായരുടെ വസതിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് യജ്ഞശാലയിൽ വിഗ്രഹ പ്രതിഷ്ഠയും ഭദ്രദീപ പ്രകാശനവും നടന്നു. വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവരം. ഞായറാഴ്ച അമൃത സ്നാനത്തോടെ സപ്താഹയജ്ഞത്തിന് സമാപനം കുറിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ യുവാക്കളിൽ നരേന്ദ്രമോദിയുടെ വിപ്ലവ വികസനം ആഞ്ഞടിക്കുമെന്ന് BJP സ്ഥാനാർത്ഥി P സുധീർ. കുട്ടനാട് കാർഷിക പാക്കേജ് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പടം പോലുമില്ലെന്ന് NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട്. തൊഴിലാളി മേഖലയുടെ പ്രതിയായ തനിക്ക് തൊഴിൽ വകുപ്പ് തന്നെ ലഭിച്ചതിനാൽ മണ്ഡലത്തിലെ യുവാക്കൾക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.